ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ സഭ കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെയാണ് കടന്നുപോകുക. ഈ കാലയളവിൽ നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് ബ്രോനാൽ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വചനം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഉദ്ധാനത്തിന് ശേഷം കർത്താവ് എമ്മാവൂസിലേക്ക് പോയ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷനായി ഒരു അപരിചിതനായി അവരോടുകൂടി യാത്ര പുറപ്പെടുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധ ലിഖിതം പരാമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുമ്പോൾ സ്ലീഹന്മാരുടെ ഹൃദയം ആത്മാവിൽ ജ്വലിച്ചു എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ഈ കാത്തിരിപ്പിന്റെ നാളിൽ നമ്മളും പരിശുദ്ധാത്മാവിനായി ജ്വലിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: കർത്താവിന്റെ വചനങ്ങളെ നമ്മുടെ ഉള്ളിൽ നിറച്ച വചനത്തെ ധ്യാനിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകത്തിനായി നാം പ്രാർത്ഥിക്കുക. തീർച്ചയായും നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉജ്ജ്വലിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം ഓരോ വചനവും നാം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം. ആ വചനത്തിന്റെ അഭിഷേകം നമ്മളിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ അഭിഷേകത്താൽ നമ്മളെല്ലാവരും ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറും. അതിന് ഈ വചനം ഇടയായി തീരട്ടെ. പെന്തിക്കോസ്ത് പെരുന്നാളിലേക്ക് നാം അടുത്തു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കൂടുതൽ ആത്മാവിൽ ഉജ്ജ്വലിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.